ആദ്യമായിട്ടായിരിക്കും ക്യാൻസർ മെമ്മോയർ വായിച്ചിട്ട് ചിരി വരുന്നത്. അത് ഈ ബുക്ക് ഫണ്ണി ആയതുകൊണ്ടല്ല കേട്ടോ, അത് ഈ ഓദറിന്റെ സർക്കാസ്റ്റിക് റൈറ്റിംഗ് കൊണ്ടാണ്. സോ ദിസ് ഇസ് അവർ സെക്കൻഡ് ബുക്ക് ഓഫ് ദ സീരീസ്, 26 books in 2026, ദ ക്രാബ് സ്റ്റോറി ഹൗ ഐ ഫേക്ക് മൈ വേ ത്രൂ ക്യാൻസർ, റിട്ടൺ ബൈ പേഷ്യന്റ് 5.0. നമ്മുടെ ഓദറിന് 5 പ്രാവശ്യം അവരുടെ ലൈഫിൽ ക്യാൻസർ റീലാപ്സ് സംഭവിക്കുകയാണ്. അതിൽ ഓരോ പ്രാവശ്യം അവർ അണ്ടർഗോ ചെയ്ത എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. സാധാരണ ക്യാൻസർ മെമ്മോയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ഓദർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ ഹ്യൂമറസ്, സർക്കാസ്റ്റിക്, കാഷ്വൽ വേയിലാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. നമുക്കൊരു ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നും. ആസ് എ പീഡിയാട്രിക് സർവൈവർ എനിക്കും ഈ ബുക്കത്തെ പല എക്സ്പീരിയൻസും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒരു തരത്തിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കേണ്ട ബുക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുമുള്ള ക്യാൻസർ പേഷ്യൻസ് ആൻഡ് സർവൈവേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓദർ എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ക്യാൻസർ വന്നപ്പോൾ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ക്യാൻസറിനെ നേരിടാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നിൽ അണിനിരന്നത് എന്നുള്ളത്. നമുക്കും ഇതേപോലെ എങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാണ് അവർ ഇമോഷണലി അണ്ടർഗോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ ബുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ബുക്ക് എനിക്ക് സെൻഡ് ചെയ്തത് തിങ്കിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് മീ ദിസ് ബുക്ക്. ആൻഡ് അവർ ഇതിൻ്റെ ഒപ്പം ഒരു ബുക്ക് മാർക്കും സെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് സേസ് ഹാപ്പി റീഡിങ് പുണ്യ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ഈ ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ തിങ്കിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ പോവാം. ഞാൻ അവരെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ബുക്ക് വായിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ.